പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന തുടർച്ചയ്ക്ക് ജനം വിധിയെഴുതുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിന്റെ പൊതുവികസനത്തിനൊപ്പം ജില്ലയുടെ സമസ്ത മേഖലകളിലും സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടന്നത്. LDFന്റെ വികസന കാഴ്ചപ്പാടിനും ജനക്ഷേമ നയങ്ങൾക്കും വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇത് വോട്ടായി മാറും. LDFന്റെ വികസന നയവും UDFന്റെ വികസന വിരുദ്ധതയുമാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. ദേശീയപാത വികസനം ഇത് ഉത്തമ ഉദാഹരണമാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകരുതെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അതിനായി നുണപ്രചാരണങ്ങൾ നടത്തുകയാണ്. ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാൻ വ്യാജ പ്രചാരണം അഴിച്ചുവിടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ അതേ നിലപാടാണ് UDF ഇപ്പോഴും തുടരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ജനം ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് എക്കാലവും നിലകൊണ്ടത് ഇടതുപക്ഷമാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. മതസാമുദായിക ധ്രുവീകരണമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനുള്ള UDF നീക്കം നമ്മുടെ മതസാഹോദര്യത്തെ തകർക്കും. ഉത്തരേന്ത്യയിൽ BJP പരീക്ഷിച്ച തന്ത്രമാണ് കേരളത്തിൽ UDF നടപ്പാക്കുന്നത്. RSSനെ സഹായിക്കാൻ മാത്രമേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ. മതനിരപേക്ഷ സമൂഹം ഇതിനെതിരെ വിധിയെഴുതും. ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് 16 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയി. കേരളത്തിലാകെ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നു വന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു തുടർ വിജയത്തിന് ആത്മവിശ്വാസം പകരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം പ്രതിലോമകരമായി മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ട് പ്രതിലോമകരമായിട്ടുള്ള മതരാഷ്ട്രവാദത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കിരാതമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ വാർത്താസമ്മേളനത്തിൽ LDF നേതാക്കളായ VP അനിൽ, PK കൃഷ്ണദാസ്, KP രാമനാഥൻ, ജേസൺ തോമസ്, മുസ്തഫ കടമ്പോട്ട, സമദ് തയ്യിൽ, KP പീറ്റർ, അഡ്വക്കേറ്റ് സഫറുള്ള, അഡ്വക്കേറ്റ് എ ജനാർദ്ദനൻ, M വിറ്റാജ്, മുജീബ് ഹസൻ, PH ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.